TechBridge, an initiative to provide a foundational digital guide to technology for the visually challenged. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന ടെക് ബ്രിഡ്ജ് ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ടുള്ള ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുക. നമ്മൾ പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയലും വിശദമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏത് കമ്പനി ചൂസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിലേക്ക് വരാം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു കമ്പ്യൂട്ടർ മൊത്തത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വിൻഡോസും ലിനക്സും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലാപ്ടോപ്പുകൾ കിട്ടും. അതിന് നമ്മൾ പറയുക ഡുവൽ ബൂട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാണ്. ഡുവൽ ബൂട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലാപ്ടോപ്പ്, പ്രത്യേകിച്ച് ടീച്ചർമാരൊക്കെ അത് നോക്കി മേടിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൈറ്റിൻ്റെ OS ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വിൻഡോസും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, കാഴ്ചയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്സസിബിലിറ്റി വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വിൻഡോസ് തന്നെയാണ് നല്ലത് എന്ന് നമ്മൾ പറയും. ഉബുണ്ടു മോശമാണെന്നാണോ? അല്ല. ഉബുണ്ടുവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം, ഉബുണ്ടു ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോജക്റ്റാണ്. കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിർമ്മിക്കുന്ന, അവരുടെ ഫ്രീ ടൈമും എഫേർട്ടും ഒക്കെ എടുത്ത് നിർമ്മിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ വേണ്ട രൂപത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആ ഏരിയയിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അക്സസിബിലിറ്റി വൈസ് സ്ക്രീൻ റീഡറിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് ഈ സാധനം ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് പോവുക, ചില സമയത്ത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കുക, ചില ഷോർട്ട് കട്ടുകൾ ചില സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും ചില സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ഉബുണ്ടുവിന് ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മളുടെ പ്രൈവസി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒത്തു നോക്കുമ്പോൾ ഉബുണ്ടു ഒരു നല്ല സംവിധാനമാണ് താനും. സോ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചല്ല, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ട് OSഉം വിൻഡോസും ലിനക്സും ഒരുമിച്ച് ലോഡ് ചെയ്യാൻ പറ്റുന്ന അഥവാ ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലാപ്ടോപ്പുകൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്ടുകളാണ്. പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള ഡിവൈസുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ, ഉദാഹരണമായിട്ട് ഒരു USB ഉപയോഗിച്ചിട്ടുള്ള കീബോർഡ്, പെൻഡ്രൈവ്, പുറത്തുനിന്നുള്ള ഹാർഡ് ഡിസ്കുകൾ, മെമ്മറി കാർഡ്, ഇങ്ങനെയുള്ള സംഗതികൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ അറ്റ്ലീസ്റ്റ് ഒരു 2 USB പോർട്ടെങ്കിലും, USB പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പെൻഡ്രൈവ് ഒക്കെ കുത്തുന്ന പോർട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ USB-C, ഇന്ന് മിക്കവാറും ഫോണുകളൊക്കെ C/C, അതായത് രണ്ട് സൈഡിലും C ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചാർജറുകളൊക്കെയാണ് വരുന്നത്. അപ്പം C/C ആകുമ്പോൾ നമുക്ക് ഫോണൊക്കെ നേരിട്ട് ലാപ്പിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തും C ഉള്ള പോർട്ട് വേണമല്ലോ. അവിടെ അത്തരത്തിലുള്ളൊരു C പോർട്ട്, അതുപോലെ നമുക്ക് പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ പറ്റുന്ന HDMI അല്ലെങ്കിൽ OVG പോർട്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് എന്നും ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാന സംഗതിയാണ് സ്റ്റീരിയോ സ്പീക്കർ. നമ്മളുടെ ലാപ്പിന് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. നമുക്ക് ഓഡിയോ ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ഉചിതമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കർ വേണ്ട, സീനൊന്നുമില്ല. ഇനി നമ്മൾ അവസാനമായിട്ട് ഏത് ലാപ്ടോപ്പ് ചൂസ് ചെയ്യണം, ഏത് കമ്പനിയുടേത് വാങ്ങും, അതൊക്കെ ഒരു ചോദ്യമാണ്. സോ പൊതുവെ ഞാൻ ഇതുവരെ പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയതിലും ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തതിലും ഒക്കെ ഏറ്റവും ഐഡിയലായിട്ട് കാഴ്ചയില്ലാത്തവർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതും സക്സസ്ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളതും HP, ഡെൽ എന്നീ കമ്പനികളാണ്. ഈ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ പൊതുവെ കാഴ്ചയില്ലാത്തവർക്കിടയിൽ പ്രചാരം നേടിയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. എന്നാൽ ചില ആളുകൾ ലെനോവോ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില ആളുകൾ അസ്യൂസിൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. HP, ഡെൽ കമ്പനികളുടെ ലാപ്ടോപ്പുകളുടെ പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ ഏകദേശം നേരത്തെ എത്ര രൂപയാവും ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന് ഉതകുന്ന തരത്തിൽ നമ്മൾ നേരത്തെ ബഡ്ജറ്റ് പറഞ്ഞത് HP, ഡെൽ ലാപ്ടോപ്പുകളുടെ ഏകദേശം ഒരു റേഞ്ച് വെച്ചിട്ടാണ്. അപ്പം ലെനോവോൻ്റെ ലാപ്ടോപ്പുകളും അതുപോലെ അസ്യൂസിൻ്റെ ലാപ്ടോപ്പുകളൊക്കെ നമുക്ക് കുറച്ച് വില കുറച്ചിട്ട്
അത്യാവശ്യം നല്ല കോൺഫിഗറേഷനിൽ കിട്ടാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തരം ലാപ്ടോപ്പുകളിൽ കണ്ടിട്ടില്ല. എന്നാൽ നമ്മളിപ്പോഴും സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലാപ്ടോപ്പുകൾ വാങ്ങിക്കുന്നതാണ് ഉചിതം. ഇനി എവിടെ നിന്നാണ് ഇത് കിട്ടുക? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഓൺലൈനിൽ നമുക്ക് മേടിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ ഇതേ ഇപ്പോൾ HP-ൻ്റെ സ്റ്റോറുണ്ട്, അതുപോലെ ലെനോവോൻ്റെ ഒക്കെ സ്റ്റോറുകൾ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് ലാപ്ടോപ്സ് മേടിക്കാൻ സാധിക്കും. ആമസോൺ ബിഗ് ബില്യൺ ഡേയ്സിലും ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും ഒക്കെ ഓഫറുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് പോയിട്ട് മേടിക്കാം. MyG, 3G, മറ്റു കമ്പനികളുടെ ഷോപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് ഇത് മേടിക്കാൻ സാധിക്കും. മേടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, എത്ര വർഷത്തെ വാറണ്ടി നമുക്കത് തരുന്നു എന്നുള്ളത്. മിനിമം 1 ഇയർ വാറണ്ടിയും കൂടെയുള്ള ആക്സസറീസിന് 6 മാസം വാറണ്ടിയും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ നമുക്ക് അതിൻ്റെ വെബ് പേജിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഷോപ്പിലാണെങ്കിൽ നമുക്ക് പോയിട്ട് നേരിട്ട് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. ഇവിടെയും പല ആളുകൾക്കും പൈസ ഇല്ല എന്നുള്ളതാണ് ലാപ്ടോപ്പ് മേടിക്കാനുള്ള വലിയ പ്രയാസം ആയിട്ട് പറയാറുള്ളത്. ആ സമയത്ത് നമുക്ക് EMI ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. EMI ഓപ്ഷൻ വാങ്ങിക്കുന്ന സമയത്ത് പരമാവധി നോ കോസ്റ്റ് EMI ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് നോ കോസ്റ്റ് EMI? ഒരു സർവീസ് ചാർജിലപ്പുറം പലിശയൊന്നും വരാത്ത, നമ്മൾ എത്രയാണോ പ്രൈസ് ഏകദേശം ആ ഒരു പ്രൈസ് തന്നെ നമുക്ക് വരുന്ന രൂപത്തിൽ മാസാമാസം അടയ്ക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് EMI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ വെച്ച് അടച്ച് അത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സംഗതി, നമുക്ക് പല സമയത്തായി, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് പലരുടെ അടുത്തുനിന്നും ഒക്കെ കുറേ പൈസയൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ കൂട്ടി വെച്ചും പുറത്തുനിന്ന് അവൈലബിൾ ആയിട്ടുള്ള സംഘടനകളോടോ ഒക്കെ സമീപിച്ചും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ വഴിയും ഒക്കെ നമുക്ക് ലാപ്ടോപ്സ് വാങ്ങിച്ച് എടുക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം, ഇതിന് കുറച്ച് കാലതാമസം എടുക്കും. ബട്ട് സ്റ്റിൽ നമ്മളുടെ എഫേർട്ട് കൊണ്ട് വാങ്ങിച്ചു എന്ന വലിയൊരു സന്തോഷം അതിന് ഉണ്ടാവുകയും ചെയ്യും. സോ ഇത്രയാണ് ലാപ്ടോപ്സ് വാങ്ങിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു PC, നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം ടെക് ബ്രിഡ്ജ് സീരീസിൻ്റെ മാസ്റ്ററിംഗ് വിൻഡോസ് സെഷൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ശ്രദ്ധാപൂർവം കേട്ടതിന് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.